चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। हरे कृष्ण। श्रीमद् भगवद गीता यथारूपम इस्कॉन स्थापकाचार्यन कृष्ण कृपामूर्ति എസ് സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 9ാമത്തെ അധ്യായത്തിൽ എത്തിയിരിക്കുകയാണ്. രാജവിദ്യ രാജഗുഹ്യ യോഗം. കഴിഞ്ഞ ദിവസം നമ്മൾ 8ാമത്തെ ശ്ലോകം കംപ്ലീറ്റ് ചെയ്തു. 8ാമത്തെ അധ്യായം ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 9ാമത്തെ അധ്യായം ഇന്ന് നമുക്ക് ആരംഭിക്കാം. ഈ അധ്യായത്തിന്റെ പേര് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ്. നേരിട്ട് ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഭഗവാന്റെ ഭക്തി ഏറ്റവും രഹസ്യമായിട്ടുള്ള ആത്മീയ ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ രാജവിദ്യ രാജഗുഹ്യം എന്നുള്ള പേര്. ഗുഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം എന്നാണ് അർത്ഥം. ഈ അധ്യായം രാജഗുഹ്യമാണ്. ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഭഗവാന്റെ ഭക്തിയുത സേവനമാണ്. ആ ഭക്തിയുത സേവനത്തെ കുറിച്ച് ഇനിയുള്ള അധ്യായങ്ങളിൽ 9, 10, 11, 12 അധ്യായങ്ങളിൽ ഭഗവാന്റെ നേരിട്ടുള്ള ഭക്തിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും രഹസ്യമാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. 1ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകവും വിവർത്തനവും വായിച്ചതിന് ശേഷം നമുക്ക് ഭാവാർത്ഥം വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. 1ാമത്തെ ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളും. അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. രാധാമാതാജി വായിച്ചോളും. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യയോഗം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച. ഇതം തുതേ ഗുഹ്യതമം വക്ഷ്യാമ്യനസൂയവേ, ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലുവായിട്ടല്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഞാൻ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകും. ഭാവാർത്ഥം. ഒരു ഭക്തൻ ഭഗവാനെ കുറിച്ച് എത്രയേറെ കേൾക്കുന്നുവോ അത്രയേറെ ബോധവാനായി തീരും. ഭാഗവതത്തിൽ ഈ വിഷയം ഇങ്ങനെ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഭഗവത് സന്ദേശങ്ങളിൽ കണക്കറ്റ ശക്തികൾ ഉൾക്കൊള്ളുന്നു. ഭക്തന്മാർക്ക് ഭഗവാനെ കുറിച്ച് പരസ്പരം സംഭാഷണം ചെയ്യുന്നത് കൊണ്ട് ഈ വൈഭവങ്ങളെ സ്വയം സാക്ഷാത്കരിക്കാം. വിദ്യാവിചക്ഷണന്മാരുടെയോ ഊഹോപോഹ തൽപരരുടെയോ സംഘത്താൽ ഇത് സാധ്യമല്ല. കാരണം ഇത് സാക്ഷാത്കരിക്കപ്പെട്ട ജ്ഞാനമാണെന്നത് തന്നെ. ഭക്തന്മാർ സദാ ഭഗവത് സേവനത്തിൽ വ്യാപൃതരായിരിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും മനോഭാവവും ആത്മാർത്ഥതയും ഭഗവാൻ അറിയാവുന്നതുകൊണ്ട് ഭക്തന്മാരുടെ സത്സംഗത്തിലൂടെ തന്നെക്കുറിച്ചുള്ള ശാസ്ത്രം മനസ്സിലാക്കുവാനുള്ള ബുദ്ധിശക്തി അവർക്ക് അദ്ദേഹം നൽകുന്നു. കൃഷ്ണനെ കുറിച്ചുള്ള സംവാദം പ്രഭാവപൂർണമത്രേ. അതിനവസരം കിട്ടിയ ഭാഗ്യവാൻ താൻ നേടിയ ജ്ഞാനത്തെ ശരിക്കും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ആധ്യാത്മിക സാക്ഷാത്കാരത്തിലേക്ക് മുന്നേറും.
പ്രബലമായ തന്റെ സേവന കർമ്മത്തിൽ കൂടുതൽ ഉന്നത പദങ്ങളിലെത്തുവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ പ്രേരിപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ. ഇതുവരെ പറഞ്ഞിട്ടുള്ളവയേക്കാൾ രഹസ്യങ്ങളായ വിഷയങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട്. ഭഗവത്ഗീതയുടെ ആദ്യാധ്യായം തന്നെ ഈ കൃതിക്ക് ഏതാണ്ടൊരു ആമുഖം മാത്രമാണ്. 2ഉം 3ഉം അധ്യായങ്ങളിൽ വിവരിക്കപ്പെട്ട ആധ്യാത്മിക ജ്ഞാനം രഹസ്യമായതാണ്. 7ഉം 8ഉം വിശേഷിച്ചും ഭക്തി സേവനത്തോട് ബന്ധപ്പെട്ടതും കൃഷ്ണാവബോധത്തെപ്പറ്റി അറിവ് നൽകുന്നത് കൊണ്ട് അത് രഹസ്യതരമെന്ന് പറയപ്പെടുന്നു. 9ആം അധ്യായത്തിലെ വിഷയമാകട്ടെ കലപ്പറ്റ ഭക്തിയാണ്. തന്മൂലം അതിനെ അതീവ രഹസ്യമെന്ന് പറയുന്നു. കൃഷ്ണനെപ്പറ്റി അതീവ രഹസ്യമായ ജ്ഞാനമുള്ള ഒരാൾ സ്വാഭാവികമായും ഇന്ദ്രിയാതീതനായിരിക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിലും അയാൾക്ക് ഭൗതിക ക്ലേശങ്ങൾ ഉണ്ടാവില്ല. പ്രേമയുത ഭഗവത് സേവനം ചെയ്യാൻ നിർവ്യാജമായി ആഗ്രഹിക്കുന്ന ഭക്തൻ ഭൗതിക ജീവിതത്തിന്റെ പരിമിതികൾക്കുള്ളിലായിരിക്കാം, എങ്കിലും അയാളെ മുക്തനെന്ന് തന്നെ കരുതാമെന്ന് ഭക്തിരസാമൃത സിന്ധു പ്രസ്താവിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾ മുക്തനാണെന്ന് ഭഗവത്ഗീത 10ആം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ 1ആം ശ്ലോകത്തിന് ഒരു സവിശേഷതയുണ്ട്. ഇതം ജ്ഞാനം, ഈ അറിവ് എന്നതുകൊണ്ട് ശുദ്ധമായ ഭക്തിയുത സേവനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. 9 വിധം പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സേവനം. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിവയാണവ. ഈ 9 അനുഷ്ഠിക്കുന്നവർ ആധ്യാത്മികാബോധത്തിൽ കൃഷ്ണാബോധത്തിലേക്ക് ഉയരും. അങ്ങനെ ഹൃദയത്തിലെ ഭൗതിക കൽമഷങ്ങൾ നീങ്ങിക്കഴിഞ്ഞ ഒരാൾക്ക് ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള ശാസ്ത്രം സുഗ്രാഹ്യമായിരിക്കും. ജീവസത്ത ഭൗതികമല്ലെന്ന് മാത്രം മനസ്സിലാക്കിയത് കൊണ്ടായില്ല. ആധ്യാത്മിക സാക്ഷാത്കാരത്തിന്റെ ആരംഭമായിരിക്കും അത്. ശാരീരിക പ്രവർത്തനങ്ങൾക്കും താൻ ഈ ശരീരമല്ലെന്ന ബോധം വന്ന ഒരാളുടെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമെന്നും അറിയേണ്ടതുണ്ട്. ഭഗവാന്റെ വിഭൂതികൾ, വ്യത്യസ്ത ശക്തികൾ, അധമോത്തമ പ്രകൃതികൾ എന്നിവയെക്കുറിച്ചും ഭൗതികമായ ഈ ദൃശ്യപ്രപഞ്ചത്തെക്കുറിച്ചും 7ആം അധ്യായത്തിൽ വിവരിച്ചു കഴിഞ്ഞു. ഈ അധ്യായത്തിൽ ഭഗവത് വൈഭവങ്ങളെ പറ്റി പറയുന്നു. അനസൂയവേ എന്ന ഈ പദത്തിലെ സംസ്കൃത അർത്ഥം ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ്. പൊതുവെ എല്ലാ വ്യാഖ്യാതാക്കളും അവർ പണ്ഡിതരായിരുന്നാലും കൂടി പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിൽ അസൂയാലുക്കളാണ്. വിദഗ്ധ പണ്ഡിതന്മാർ കൂടി ഭഗവത്ഗീതയെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കൃഷ്ണനിൽ അസൂയാലുക്കളായതുകൊണ്ട് അവരുടെ വ്യാഖ്യാനം നിഷ്പ്രയോജനങ്ങളാണ്. ഭഗവത് ഭക്തന്മാരുടെ വ്യാഖ്യാനങ്ങൾ മാത്രമേ നിർവ്യാജമായിട്ടുള്ളൂ. കൃഷ്ണനിൽ അസൂയാലുവായ ആർക്കും ഭഗവത്ഗീതയ്ക്ക് ശരിയായ ഭാഷ എഴുതാൻ സാധിക്കുകയോ കൃഷ്ണനെ പറ്റിയുള്ള ജ്ഞാനം പകർന്നു കൊടുക്കാൻ സാധിക്കുകയോ ഇല്ല. ഭഗവാനെ ശരിക്കും മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ വിമർശിക്കുന്നവർ വിഡ്ഢികളാണ്. തന്മൂലം അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെ ശ്രദ്ധാപൂർവം ഒഴിവാക്കണം. കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നും പവിത്രവും അഭൗതികവുമായ വ്യക്തിത്വമുള്ളവനാണെന്നും മനസ്സിലാക്കുന്നവർക്ക് ഈ അധ്യായങ്ങൾ ഉപയോഗപ്രദമായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രാധാമാതാജി. ഹരേ കൃഷ്ണ. ഈ അധ്യായത്തിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന ജ്ഞാനത്തിന്റെ സവിശേഷതകൾ ഭഗവാൻ തന്നെ എടുത്തു പറയുകയാണ്. ശ്രീ ഭഗവാൻ വാച ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസേ അശുഭാത്. ഭഗവാൻ പറയാൻ പോകുന്ന ജ്ഞാനം ഗുഹ്യതമം ആണെന്ന് ഇവിടെ പറയുന്നു. ഗുഹ്യതമം ഏറ്റവും ഉയർന്ന രഹസ്യത്തിനാണ്. ഗുഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം. ഏറ്റവും ഉയർന്ന രഹസ്യത്തിനാണ് ഗുഹ്യതമം എന്ന് പറയുന്നത്. രഹസ്യങ്ങൾ 3 നിലവാരത്തിലുണ്ട് എന്നിവിടെ പറയും. 3 നിലവാരത്തിലുള്ള രഹസ്യമുണ്ടെന്ന് ഭാവാർത്ഥത്തില് ശീലപ്രഭാതർ പറയുന്നുണ്ട്. രഹസ്യം, രഹസ്യതരം, രഹസ്യ അല്ലെങ്കിൽ ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമ അല്ലെ നമ്മൾ പറയും. എന്താണ് ബാഡ്, ബെറ്റർ, എന്താണ് പറയാ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയും അല്ലെ. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയും. അതേപോലെ രഹസ്യം,
രഹസ്യതരം, രഹസ്യതമം. രഹസ്യതമം ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളതാണ്. അപ്പൊ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം എന്താണ്? അതും ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട്. ഭഗവാന്റെ ഭക്തി സേവനമാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ളത് എന്ന് പറയും. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഭഗവാന്റെ ഭക്തി ഏറ്റവും രഹസ്യമായത്? കാരണം മറ്റ് ആത്മീയവാദികൾ പോലും ഭഗവാന്റെ സേവനത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. പല നിലവാരത്തിലുള്ള ആത്മീയവാദികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാനെ വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഭഗവാനെ 3 തരത്തിൽ ആളുകൾ മനസ്സിലാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? യെസ്, കറക്റ്റാണ്. ഭഗവാനെ സാധാരണഗതിയിൽ ആളുകൾ ബ്രഹ്മമായിട്ടും പിന്നീട് യോഗികൾ പരമാത്മാവായിട്ടും ഭക്തന്മാർ ഭഗവാനായിട്ടും മനസ്സിലാക്കും ഈശ്വരനെ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സേവനം വരുന്നത് എവിടെ മാത്രമാണ്? ഭക്തിയുടെ സേവനം വരുന്നത് ഭഗവാൻ എന്നുള്ള മനസ്സിലാക്കലിൽ മാത്രമാണ്, അല്ലെ? അതുവരെ സേവനമില്ല. അപ്പൊ മറ്റുള്ളവരും ബ്രഹ്മവാദികളും പരമാത്മവാദികളും ഒക്കെ ആത്മീയവാദികൾ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആത്മീയ നിലവാരത്തിലുള്ളവരാണെങ്കിൽ പോലും സേവനത്തിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ വിചാരിക്കുന്നത് ഭഗവാൻ എന്തിനാണ് സേവനം, അല്ലെ? ഭഗവാൻ എല്ലാം തികഞ്ഞിരിക്കുന്ന വ്യക്തിയാണ്. എല്ലാം തികഞ്ഞ വ്യക്തിക്ക് സേവനം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഭഗവാനും സേവനം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഏറ്റവും രഹസ്യമാണ്. ആത്മീയവാദികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കും നമ്മുടെ നമ്മൾ ഭക്തിയെക്കുറിച്ച് പറയുമ്പോഴും പലർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കാരണം എന്താണ്? ഇത് ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ആത്മീയവാദികൾക്ക് പോലും മനസ്സിലാവുന്നില്ല, അല്ലെ? ബ്രഹ്മവാദികൾക്ക് ഭഗവാന് സേവനം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കും. അവരുടെ ഉദ്ദേശം എന്താണ്? ബ്രഹ്മത്തിൽ അങ്ങനെ ലയിച്ചു ചേരണം. അവരവരുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. എനിക്ക് ബ്രഹ്മത്തിൽ ലയിച്ചു ചേരണം, മോക്ഷം എങ്ങനെയെങ്കിലും കിട്ടണം, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലാതെ ഭഗവാന് സേവനം ചെയ്യണമെന്നൊന്നും അവര് ചിന്തിക്കുന്നില്ല. ഇനി പരമാത്മവാദികളാണെങ്കിലും അവർ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നത്. അതിൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും, ഭഗവാൻ എന്തെങ്കിലും സേവനം ചെയ്യാൻ സാധിക്കുമെന്ന് പരമാത്മവാദികളും ചിന്തിക്കുന്നില്ല. ഭക്തന്മാർ, അതിലും ഉയർന്ന ഭക്തന്മാർക്ക് മാത്രമാണ് ഭഗവാനും സേവനമുണ്ട്, ഭഗവാനും സേവനം ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഭക്തി അല്ലെങ്കിൽ ഭക്തിയുടെ സേവനം ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ഗുഹ്യതമം, ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ആത്മീയവാദി മനസ്സിലാക്കാത്ത കാര്യമാണ് ഈ ഭക്തിയുടെ സേവനം എന്ന്. എന്തുകൊണ്ടാണ് ഈ ഭക്തിയുടെ സേവനത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏറ്റവും രഹസ്യമായിട്ടുള്ള, ഭഗവാനെ സംബന്ധിച്ച ഏറ്റവും രഹസ്യമായിട്ടുള്ള ഈ കാര്യം ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് എന്നും ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അർജുനന്റെ ആ യോഗ്യത ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. എന്താണ് യോഗ്യത പറയുന്നത്? ആ ശ്ലോകത്തിൽ പറയുന്നത്, 1-ാമത്തെ ശ്ലോകത്തിൽ അർജുനന്റെ യോഗ്യത എന്താണ് പറയുന്നത്? ഈ രഹസ്യം മനസ്സിലാക്കാനുള്ള യോഗ്യത 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സുഹൃത്തും ഭക്തനുമാണ്. 1-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ഭഗവാൻ ഉപയോഗിച്ച വാക്കെന്താണ്? അനസൂയവേ, അല്ലെ? പ്രവക്ഷ്യാമി. പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വക്ഷ്യാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം, പ്രവക്ഷ്യാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശദീകരിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. പ്രവക്ഷ്യാമി അനസൂയവേ. എന്തുകൊണ്ട് പറയാം? നിനക്ക് എന്നോട് യാതൊരു അസൂയയുമില്ല. അതാണ് ക്വാളിറ്റി. ഭഗവാനോട് അസൂയ ഇല്ലാത്തത് കൊണ്ടാണ് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം അർജുനന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ തന്നെ ഇവിടെ എടുത്തു പറയുകയാണ്. അപ്പൊ അത് വലിയൊരു ക്വാളിറ്റിയാണ് അനസൂയ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ ഭൗതിക ലോകത്തിലുള്ള എല്ലാവർക്കും പരസ്പരം എന്തുണ്ടാകുമെന്നാണ് പറയുന്നത്? അസൂയ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്താണ് അസൂയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശാസ്ത്രത്തിൽ വളരെ
സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് അസൂയ എന്നുള്ള കാര്യം? കുശുമ്പാണ് പ്രഭു. മറ്റുള്ളവരെ പറ്റി നല്ലത് പറയാണ്ട്. യെസ്, അതെന്താണ് ആക്ച്വലി? അംഗീകരിക്കാത്തത്. യെസ്, എന്താണ് അംഗീകരിക്കാൻ പറ്റാത്തത്? അവരുടെ ഗുണങ്ങളെ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ, മറ്റുള്ളവരുടെ ഇപ്പോഴാണ് നമുക്ക് കഴിവുകളെ അംഗീകരിക്കാതെ യെസ് ശരിക്കും ഈഗോ പ്രവർത്തിക്കും. അവര് നന്നാവണത് കണ്ടുകൂടാ അല്ലേ പ്രഭു? യെസ്. ഭഗവത് ഭക്തി ഇല്ലാത്തവർക്കാണ് അസൂയ തോന്നുന്നത്. അതൊക്കെ ശരി. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? ശ്രേഷ്ഠതയെ അംഗീകരിക്കാത്തത്. അതാണ്. യെസ്. നല്ല ഗുണങ്ങളെ കാണാത്തത്. അസൂയ ഡിഫൈൻ ചെയ്യുന്നുണ്ട് മറ്റുള്ള ഒരു വ്യക്തിയുടെ ഉയർച്ച, അവർക്ക് അർഹമായിട്ടുള്ള ഉയർച്ച, മറ്റൊരു വ്യക്തിക്ക് അർഹമായിട്ടുള്ള ഒരു ഉയർച്ച ലഭിക്കുന്ന സമയത്ത് അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിനാണ് അസൂയ എന്ന് പറയുന്നത്. അല്ലെ, നമ്മളെ കൂടെയുള്ള ഒരാള് നമ്മളെക്കാൾ ഉയർന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു, നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉയർന്ന രീതിയിലുള്ള ഒരു പ്രൊമോഷൻ അവർക്ക് ലഭിക്കും. രണ്ടാളും ഒരേ ക്ലാസ്സിൽ പഠിച്ച ആളുകളാണ്, പക്ഷെ ഒരാൾക്ക് ഉയർന്ന ജോലി കിട്ടി, എനിക്ക് അത്ര ഉയർന്ന ജോലി കിട്ടിയില്ല. എന്ത് തോന്നും? സുഹൃത്തുക്കളാണെങ്കിൽ പോലും അസൂയ തോന്നും. അത് ഈ ഭൗതിക ലോകത്തിന്റെ ഒരു സ്വഭാവമാണ്. അപ്പം മറ്റുള്ളവരുടെ ഉയർച്ച അംഗീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അസൂയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഇത് ഭൗതിക ലോകത്തിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള, പ്രകടമായിട്ടുള്ള ഒരു വികാരമാണ്. ഇത് എല്ലാവരിലും ഉണ്ടാകും, അല്ലേ? എനിക്ക് യാതൊരു അസൂയയും ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ വലിയ കള്ളം പറയുക. കുടുംബാംഗങ്ങൾക്ക് പോലും അസൂയ ഉണ്ടാകും പരസ്പരം, അല്ല? മറ്റൊരാള് ഉയർന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ എല്ലാം അസൂയ ഉണ്ടാകും. അത് നമ്മൾ പുറമേ ചിലപ്പോൾ പ്രകടിപ്പിച്ചില്ല എന്ന് വരും, പക്ഷെ ഉള്ളില് യഥാർത്ഥത്തിൽ അസൂയ ഉണ്ടാകും. അസൂയുള്ള ആളുകൾ തമ്മിൽ ഉള്ള സംഭാഷണം പൂർണ്ണമായിട്ടും സമ്പൂർണമായിട്ടുള്ള ഒരു പ്രഭാഷണമായിരിക്കില്ല. അല്ല, അസൂയുള്ള ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും പറയുമ്പം നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കോ വിശ്വസിക്കുകയോ ചെയ്യോ? നമ്മൾക്ക് ശ്രദ്ധാപൂർവം കേൾക്കാൻ സാധിക്കില്ല, അവർ പറയുന്നത് അംഗീകരിക്കാനും സാധിക്കില്ല, അല്ലെ? നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓരോ വാക്കിനും നമ്മൾ നെഗറ്റീവായിട്ട് ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഭഗവാനോട് അസൂയ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവാൻ അസൂയയില്ലാത്തവർക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്, അല്ലെ? ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഭഗവാനോട് അസൂയ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കും. അർജുനൻ ഇവിടെ ഭഗവാൻ പറഞ്ഞതൊക്കെ അതേപടി അംഗീകരിക്കുന്നുണ്ട്. ഭഗവത്ഗീത നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും, അർജുനൻ ഒരു ഭഗവത്ഗീതയുടെ ഒരു ഭാഗം മാത്രമല്ല അംഗീകരിച്ചത്, അല്ലെങ്കിൽ അർജുനന് ഇഷ്ടപ്പെട്ട ഭാഗം മാത്രമല്ല അംഗീകരിച്ചത്, അല്ലെ? ശീലപ്രബോധർ പറയും അർദ്ധകുക്കുടി ന്യായം എന്ന് പറയും. അർദ്ധകുക്കുടി ന്യായം, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സ്വീകരിക്കാം, ഇഷ്ടപ്പെടാത്തത് സ്വീകരിക്കാതിരിക്കുക. അതിനാണ് അർദ്ധകുക്കുടി ന്യായം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ന്യായങ്ങളെ കുറിച്ച് പറയുന്നു. ശീലപ്രബോധർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അർദ്ധകുക്കുടി ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിയെ വളർത്തുന്ന ആള്, കുക്കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയാണ്, നമ്മൾക്കറിയാം. ആ കോഴി എല്ലാ ദിവസവും മുട്ട തരും. പക്ഷെ ആ കോഴിക്ക് എല്ലാ ദിവസവും തീറ്റ കൊടുക്കുകയും വേണം. തീറ്റ എടുക്കുന്ന ഭാഗം ഏതാണ്? തീറ്റ എടുക്കുന്ന ഭാഗം കോഴിയുടെ മുൻഭാഗമാണ്. മുട്ട തരുന്ന ഭാഗം ഏതാണ്? അത് കോഴിയുടെ പുറം ഭാഗമാണ്. അപ്പൊ പുറകുഭാഗം നല്ലതാണ്, മുൻഭാഗം കുറച്ച് ചെലവ് കൂടുതലാണ്, അതിന് തിന്നാൻ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് പുറകുഭാഗം മാത്രം നിലനിർത്തിയാൽ മതി, അതിന് മുൻഭാഗം വെട്ടിക്കളയാം എന്ന് വിചാരിക്കുന്നതാണ് അർദ്ധകുക്കുടി ന്യായം. അപ്പം മുൻഭാഗം വെട്ടിക്കഴിഞ്ഞാൽ എന്താവും? ആ ഉള്ള റിസൾട്ടും കൂടി കിട്ടില്ല.
അപ്പൊ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം അംഗീകരിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കണം. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം അംഗീകരിക്കുന്നതിനെയാണ് അർദ്ധകുക്കുടി ന്യായം എന്ന് പറയുന്നത്. പക്ഷെ അർജുനൻ ഭഗവത്ഗീത അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകൾ അങ്ങനെയല്ല അംഗീകരിച്ചത്. അർജുനൻ ഭഗവാൻ പറഞ്ഞത് അതേപടി അംഗീകരിച്ചു. അതിൽ ചിലത് അർജുനന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട്, അല്ലെ? അർജുനന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അർജുനൻ അത് അംഗീകരിച്ചു. അത് അർജുനൻ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. സർവമേത ഹൃദം മന്യേ യന്മാൻ വധസി കേശവ. അങ്ങ് പറഞ്ഞതെല്ലാം സത്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. കരിഷ്യേ വചനം തവ. അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി അനുസരിക്കാം എന്നാണ് അർജുനൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം അർജുനന് ഭഗവാനോട് യാതൊരു അസൂയുമില്ല. എന്തെല്ലാം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം യാതൊരു അസൂയുമില്ലാതെ അംഗീകരിക്കാൻ അർജുനന് സാധിച്ചു. അത് ഭഗവത്ഗീത മനസ്സിലാക്കുന്നതിനുള്ള ഒരു വലിയ ക്വാളിറ്റിയാണ്. ഭഗവത്ഗീത നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അർജുനനെ പോലെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ ഭഗവത്ഗീതയുടെ ആമുഖത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷനിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട് എങ്ങനെയാണോ അർജുനൻ ഭഗവത്ഗീത മനസ്സിലാക്കിയത്, ഏത് ഭാവത്തോടു കൂടിയാണോ അർജുനൻ ഭഗവത്ഗീത സ്വീകരിച്ചത്, അതേപോലെ അതേ മനോഭാവത്തോടു കൂടിയുള്ള ഒരു വ്യക്തിക്കാണ് ഭഗവത്ഗീത ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർജുനൻ എല്ലാം സ്വീകരിച്ചു. എല്ലാം സ്വീകരിക്കാൻ സാധിച്ചത് അർജുനന് ഭഗവാനോട് യാതൊരു അസൂയും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ സാധാരണഗതിയിൽ ഭഗവത്ഗീത പഠിക്കുന്നവർക്ക് പോലും ഭഗവാനോട് അസൂയ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെ? ഭഗവാൻ പറയുന്നു, ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം. ഞാനാണ് ആസ്വാദകൻ, ഞാനാണ് എല്ലാറ്റിൻ്റെയും ആസ്വാദകൻ, എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ ഞാനാണ് എന്ന് ഭഗവാൻ പറയും. അപ്പോൾ കുറച്ചെങ്കിലും അസൂയുള്ള ആളുകൾക്ക് തോന്നും, ഇതെന്താണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്? ഭഗവാൻ കുറച്ച് അഹങ്കാരത്തോടു കൂടിയാണുള്ളത് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഭഗവാൻ മാത്രം ആസ്വാദകൻ? എന്തുകൊണ്ട് എനിക്ക് ഭഗവാനെ പോലെ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ചിന്തകൾ സാധാരണ ഭൗതികമായിട്ടുള്ള ആളുകളിൽ വരും. പക്ഷെ ശുദ്ധഭക്തന്മാർക്ക് അങ്ങനെയുള്ള ചിന്താഗതിയില്ല. ഭഗവാനാണ് ആസ്വാദകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കും. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീ യുദ്ധം ചെയ്യണം, കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും നീ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അർജുനൻ അത് അതേപടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അല്ല, അർജുനന് ഇഷ്ടമായിരുന്നില്ല യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാൻ. അത് നേരത്തെ തന്നെ അർജുനൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? എനിക്ക് ഈ രാജ്യം കിട്ടിയിട്ട് എന്താണ് കാര്യം? എൻ്റെ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് ഈ രാജ്യം കിട്ടിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നും 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അർജുനൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? സർവാൻ ബന്ധൂൻ അവസ്ഥിതാണ്. എല്ലാവരും എൻ്റെ ബന്ധുക്കളാണ്. അവരെ കൊല്ലാൻ എനിക്ക് ഇഷ്ടമില്ല. അവരെ കൊന്നിട്ട് എനിക്ക് രാജ്യവും വേണ്ട. അർജുനൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം യുദ്ധം ചെയ്യാൻ അർജുനന് ഇഷ്ടമില്ലായിരുന്നു എന്നാണ്. പക്ഷെ ഭഗവാൻ പറഞ്ഞതുകൊണ്ട് അർജുനൻ അതിന് തയ്യാറായി. കാരണം എന്താണ്? അർജുനന് ഭഗവാനോട് യാതൊരു അസൂയുമില്ലായിരുന്നു. എന്തെല്ലാമാണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി സ്വീകരിക്കാൻ അർജുനന് സാധിച്ചു. ഇഷ്ടമുള്ളതും സ്വീകരിച്ചു, ഇഷ്ടമില്ലാത്തതും സ്വീകരിച്ചു. അത് ഭക്തന്റെ ലക്ഷണമാണ്, അസൂയയില്ലാത്ത ഭക്തന്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ രഹസ്യജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. പ്രവക്ഷ്യാമി അനസൂയവേ. നേരത്തെയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? 4-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ ഇതേ ക്വാളിറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട് ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്നു എന്നുള്ള കാര്യം ഭഗവാൻ അവിടെയും പറയുന്നുണ്ട്. അർജുനന്റെ 2 ക്വാളിറ്റീസ് 4-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രഹസ്യമായിട്ടുള്ള ഭക്തോസിമേ സഖാചേതി രഹസ്യം ഹേതദ് ഉത്തമം. നീ എൻ്റെ ഭക്തനും എൻ്റെ സുഹൃത്തുമായതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇവിടെ അർജുനന്റെ മറ്റൊരു ക്വാളിറ്റിയാണ് പറയുന്നത്, അനസൂയവേ. അസൂയയില്ലാത്തത് കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം അർജുനന് സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അർജുന ഭഗവാനോട് യാതൊരു അസൂയമില്ല എന്ന് നമ്മൾക്ക് ഭഗവത്ഗീത വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അർജുനൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും ഭഗവാന് വേണ്ടി ചെയ്തു, അല്ലെ? നമ്മൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ
പറ്റാത്ത കാര്യമാണ് അർജുനൻ ഭഗവാന് വേണ്ടി ചെയ്തത്. സ്വന്തം ബന്ധുക്കളെ ഭഗവാന് വേണ്ടി അർജുനൻ വധിച്ചു അല്ലേ? സാധാരണഗതിയിൽ ആളുകള് ബന്ധുക്കളെ കൊല്ലാൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അർജുനൻ അതുപോലും ചെയ്തു. അങ്ങനെ ഉയർന്ന തരത്തിലുള്ള ഒരു ഭക്തനാണ് അർജുനൻ. അതുകൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള ജ്ഞാനം പറഞ്ഞു തരാം എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ. അത് വലിയൊരു ക്വാളിറ്റിയാണ്. ഭഗവാനോട് അസൂയില്ലാതിരിക്കുക, ഭഗവാന്റെ പൊസിഷനോടും അസൂയില്ലാതിരിക്കുക, ഭഗവാന്റെ ഐശ്വര്യങ്ങളോട് അസൂയില്ലാതിരിക്കുക എന്നുള്ളത്. ഇനി ഗുഹ്യതമം എന്ന് പറയുന്നത് ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിലെ വ്യത്യസ്തമായിട്ടുള്ള അധ്യായങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിലുള്ള രഹസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ അധ്യായങ്ങളും ഒരേപോലെ അല്ല പറയുന്നത്. ആദ്യത്തെ രണ്ടാമത്തെ അധ്യായം നമ്മളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ജീവാത്മാവിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശരീരവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ജീവാത്മാവിനെ കുറിച്ചുള്ള കാര്യം രഹസ്യമാണെന്ന് പറയും. രഹസ്യമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാകുകയില്ല. രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യം ആശ്ചര്യവച്ഛേനം അന്വശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ചില ആളുകൾ ഇത് അത്ഭുതത്തോടു കൂടി ആത്മാവിനെ കുറിച്ച് കേൾക്കും, ചില ആളുകൾ അത്ഭുതത്തോടു കൂടി ആത്മാവിനെ കുറിച്ച് പറയും, ചില ആളുകൾക്ക് ആത്മാവിനെ കുറിച്ച് പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? അത് രഹസ്യമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്നതല്ല. എല്ലാവർക്കും മനസ്സിലാകാതെ ചില ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്നതിനാണ് രഹസ്യം എന്ന് പറയും. ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനവും രഹസ്യമാണ്. അതിനുശേഷം 6ാമത്തെ അധ്യായം വരെ ജീവാത്മാവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ജീവാത്മാവിന് എങ്ങനെ ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും, അതിനുള്ള വ്യത്യസ്ത മാർഗങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യോഗ പദ്ധതികളൊക്കെ ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം ജീവാത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള ജ്ഞാനമാണ്, അതൊക്കെ രഹസ്യമാണ്. ഇനി 7ാമത്തെ അധ്യായത്തിലും 8ാമത്തെ അധ്യായത്തിലും ഭഗവാനെ കുറിച്ച് പറയാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് രഹസ്യതരമാണ് എന്ന് ശ്രീലപ്രഭാതർ ഇവിടെ പറഞ്ഞു തരുന്നു. 7ഉം 8ഉം അധ്യായങ്ങള് രഹസ്യതരമാണ് എന്ന് പറയും. അതിലും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. പക്ഷെ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചും ഭഗവാന്റെ പ്രകൃതിയെക്കുറിച്ചും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചും ഒക്കെയാണ് അവിടെ പറയുന്നത്. 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്, ഭൗതിക ശക്തി, ആത്മീയ ശക്തി, അതേപോലെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ ഒക്കെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭഗവാന്റെ ശക്തികളെ കുറിച്ചായതുകൊണ്ട് അത് രഹസ്യതരമാണ് എന്ന് പറയും. 7ഉം 8ഉം അധ്യായങ്ങള് രഹസ്യതരമാണെന്ന് പറയുന്നു. ഇനിയുള്ള അധ്യായങ്ങൾ 12ാമത്തെ അധ്യായം വരെ, ഭക്തിയോഗം വരെയുള്ള അധ്യായങ്ങള് രഹസ്യതമമാണ് എന്ന് പറയുന്നത്. ഏറ്റവും ഉന്നതമായിട്ടുള്ള രഹസ്യമാണെന്ന് പറയുന്നത്. അത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഏറ്റവും രഹസ്യതമമായത് എന്നും ശ്രീലപ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഭക്തിയുത സേവനം എന്താണ് എന്നും നമ്മൾ വായിച്ചു. 9 പ്രക്രിയകൾ ചേർന്നതാണ് ഭക്തിയുത സേവനം എന്ന് പറഞ്ഞു അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, പാദസേവനം, ആത്മനിവേദനം, ഇങ്ങനെ 9 തരം ഭക്തിയുത സേവനങ്ങൾ. ഇതെല്ലാം രഹസ്യതമമായിട്ടുള്ള കാര്യങ്ങളാണ്, ഭഗവാന്റെ സേവനമാണ് എന്ന് പറയും. അപ്പൊ ആ ഭക്തിയുത സേവനത്തിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ രഹസ്യമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നത്. 1ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ. എന്താണ് ഗുഹ്യതമം എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രവക്ഷ്യാമി, ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. അനസൂയവേ, എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു? അർജുനൻ അസൂയാലു അല്ലാത്തത് കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു. അസൂയാലു അല്ല എന്ന് പറയാനുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് അടുത്ത വരിയിൽ പറയുന്നത് എന്താണ്? ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വ മോക്ഷസേ അശുഭാത്. ഇത് ജ്ഞാനമാണ് എന്ന് പറയുന്നു. അറിവാണ്, ജ്ഞാനമാണ്. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്താണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ? ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം.
13-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതം മമ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ക്ഷേത്രജ്ഞനെ കുറിച്ച് മനസ്സിലാക്കുന്ന, ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം എന്ന് ഭഗവാനോട് പറയുന്നത്. അതിൽ ക്ഷേത്രജ്ഞൻ, സർവക്ഷേത്രജ്ഞനായിരിക്കുന്നത് ഭഗവാനാണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ക്ഷേത്രജ്ഞൻ ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരതം. എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ക്ഷേത്രജ്ഞൻ ഭഗവാൻ തന്നെയാണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും ഭഗവാനും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചും മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ജ്ഞാനം, അല്ലെ? ബാക്കിയുള്ളതൊന്നും ജ്ഞാനമല്ല എന്നും ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ മറ്റ് ഇൻഫർമേഷനാണ്, ഭൗതികമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ജ്ഞാനമല്ല. അതാണ് ജ്ഞാനം എന്നാണ് നമ്മൾ വിചാരിച്ച് ഇരിക്കുന്നത്. പക്ഷെ ഭഗവത്ഗീത അനുസരിച്ച് ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള അറിവാണ്. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്. ആ ഭഗവാനെ കുറിച്ചുള്ള അറിവാണ് ഇവിടെ ഭഗവാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ രഹസ്യമായിട്ടുള്ള ജ്ഞാനം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതം ജ്ഞാനം, ആ ജ്ഞാനത്തിന്റെ ആഴമാണ് ഭഗവാൻ പറഞ്ഞത് ഗുഹ്യതമം, ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്. ഇനി ആ ജ്ഞാനത്തിന്റെ പ്രത്യേകതയും ഭഗവാൻ പറയുന്നു, വിജ്ഞാനസഹിതം. ജ്ഞാനം വിജ്ഞാനസഹിതം. ഇപ്പൊ ഭഗവാൻ വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ഭഗവത്ഗീതയിലുള്ള കാര്യങ്ങൾ ഭഗവാൻ വെറുതെ അങ്ങനെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ഇത് നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ജ്ഞാനമാണെന്ന് പറയാം. പ്രാക്ടീസ് ചെയ്താൽ അനുഭവത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. അതിന്റെ റിസൾട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഒരു തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തിയറി അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടണം. അപ്പോഴാണ് അതിന് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ശാസ്ത്രീയം എന്ന് പറയുന്നത്. ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിക്കാൻ സാധിക്കുന്നത് എന്നാണ്. അതേപോലെ ഇവിടെ ഭഗവാൻ പറയുന്ന കാര്യങ്ങളും നമ്മൾക്ക് അനുഭവത്തിൽ ഫലം നൽകുന്നതാണ്, നമ്മൾക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രാക്ടിക്കൽ നോളജ് ആണ് എന്ന് പറയുന്നു. ഇപ്പൊ ജ്ഞാനം വിജ്ഞാന സഹിതം പ്രാക്ടീസ് ചെയ്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെ, ഭഗവാൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, ഭഗവാൻ വെറുതെ പറയുന്നതല്ല, ഭഗവാൻ പറയുന്നതെല്ലാം തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ, അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഭഗവാൻ ഇവിടെ ഭഗവാനെ കുറിച്ച് പറയാൻ പോകുന്ന കാര്യം നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം എന്താണ്? ഭഗവാന്റെ സേവനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ സേവനം നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെ? വിജ്ഞാന സഹിതം ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, പാദസേവനം, ആത്മനിവേദനം, ഇതൊക്കെ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത്, ഭഗവാനെ സ്മരിക്കുന്നത്, ഭഗവാൻ ആരാധന ചെയ്യുന്നത്, ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത് വിജ്ഞാന സഹിതം, നമ്മൾക്ക് ചെയ്ത് അനുഭവിക്കാൻ പറ്റുന്നതാണ്. ഭഗവാൻ എന്തെങ്കിലും ഊഹങ്ങൾ പറഞ്ഞു പോകുന്നതല്ല, നമ്മൾക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമ്മൾക്ക് നേടാൻ സാധിച്ചാൽ എന്താണ് ഫലം? അതിന്റെ ഫലവും ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ആ ജ്ഞാനത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, അതിന്റെ ഫലവും ഇവിടെ, ആ ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലവും ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് ഫലം? യജ്ഞാത്വ മോക്ഷസേ അശുഭാൻ. ഭഗവാനെ കുറിച്ചുള്ള ഈ ജ്ഞാനം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ എന്താണ് ഫലം? മോക്ഷസേ അശുഭാൻ. എല്ലാ അശുഭങ്ങളിൽ നിന്നും നമ്മൾക്ക് മോചനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അശുഭത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അശുഭങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്താണ് അശുഭം? നമ്മൾ കേൾക്കാറുണ്ട്, ഇത് ശുഭമാണ്, ഇത് നല്ലതാണ്, ഇത് അശുഭമാണ് എന്ന് പറയാറുണ്ട്. എന്താണ് അശുഭം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പറയാൻ പറ്റുമോ? ഭൗതികതയിലുള്ള ബന്ധനം. യെസ്,
ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അശുഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മുഴുവൻ ഭൗതിക ലോകത്തിനെയാണ്. മുഴുവൻ ഭൗതിക ലോകമാണ് അശുഭം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിനെ കുറിച്ച്. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത് ഈ ലോകത്തിനെ കുറിച്ച്? ദുഃഖാലയം അശാശ്വതം. ദുഃഖാലയം അശാശ്വതം. അതിനെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ അശുഭം എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, ദുഃഖമാണ്, ശാശ്വതമല്ല. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിനെ ഭഗവാൻ അശുഭം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മോക്ഷസെ, പുറത്തു കടക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ യജ്ഞാത്വ മോക്ഷസെ അശുഭാൻ. ഭഗവാനെ കുറിച്ചുള്ള ഈ രഹസ്യജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് കടക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അല്ലെ, ഇത് നേരത്തെയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവത്ഗീതയിൽ പറയുന്നതൊക്കെ ഒരേ ഒരു പോയിന്റിലേക്കാണ്. വ്യത്യസ്ത കാര്യങ്ങൾ ഭഗവാൻ അവിടെയും ഇവിടെയും പറഞ്ഞു പോകുന്നതല്ല, ഒരേ പോയിന്റിലേക്കാണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊണ്ടുവരുന്നത്. അല്ലെ, ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ ഇനി തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, എവിടെയാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നില്ല. നാലാമത്തെ അധ്യായത്തിലോ 9-ാമത്തെ ശ്ലോകത്തില് ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ തെക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജനം. അല്ലെ, ഭഗവാനെ കുറിച്ചുള്ള ദിവ്യമായിട്ടുള്ള സത്യങ്ങൾ, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. വേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെന്തോ കഠിന ശ്രമം ചെയ്തിട്ട് കിട്ടേണ്ടതല്ല ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. ഭഗവാനോട് അസൂയയില്ലാത്തവർക്കൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ ലഭിക്കും എന്ന് പറയുന്നു. അല്ല, അതുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് സുസുഖം കർത്തും അവ്യയം. ഇത് വളരെ ഈസിയാണ്. കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത മനസ്സുള്ള ആളുകൾക്ക് ഇത് വളരെ ഈസിയാണ്. സുസുഖം, വളരെ എളുപ്പമാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാൻ പറയുന്നത് അംഗീകരിക്കുക, അത്രമാത്രം ചെയ്താൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക. യോ വേത്തി തത്വത, അതേപടി മനസ്സിലാക്കാം. തത്വത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപടി, നമ്മളൊന്നും കൂട്ടിക്കലർത്താൻ പാടില്ല, ഊഹാപോഹങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ല. ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് അതേപടി മനസ്സിലാക്കുക. ഏവം യോ വേത്തി തത്വത തെക്ത്വാ ദേഹം പുനർജന്മ നൈതി. അവിടെ ഭഗവാൻ പറയുന്നു, ഭഗവാനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പുനർജന്മമില്ല. മാമേതി, ഭഗവാന്റെ അടുത്തേക്ക് പോകുമെന്ന് അവിടെ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചു. 8-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ ഇതേ കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ ഓർമ്മയുണ്ടോ? യെസ്, 15-ാമത്തെ ശ്ലോകം അല്ലെ. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗത. മാമുപേത്യ, ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല, ഈ ദുഃഖാലയത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ 4-ാം അധ്യായത്തിൽ പറയുന്നതും കഴിഞ്ഞ അധ്യായത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്നതും ഒരേ കാര്യം തന്നെയാണ് അല്ലെ. ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മമില്ല എന്ന് പറയുന്നു. 7-ാമത്തെ അധ്യായത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. 7-ാമത്തെ അധ്യായത്തിലും നമ്മൾ ഈ കാര്യം വായിച്ചിട്ടുണ്ട്. ഏതാ പറയാൻ പറ്റുമോ? ഏഴാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യത്തെ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. അല്ലെ, അവിടെയും പുനർജന്മം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? ബഹൂനാം ജന്മനാം അന്തേ, അല്ലെ, ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ആ ജന്മങ്ങളുടെ അവസാനത്തിൽ പിന്നീട് ജന്മമില്ല.
ബഹുനാം ജന്മനാം അന്തേ, ജന്മങ്ങളൊക്കെ അവസാനിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണജ്ഞാനം ലഭിക്കും. ജ്ഞാനവാൻ മാം പ്രപദ്യത, ആ വ്യക്തി എന്ത് ചെയ്യും? ഭഗവാനെ ശരണം പ്രാപിക്കും. ആ വ്യക്തിക്ക് എന്ത് മനസ്സിലാകും? വാസുദേവ സർവമിതി, ഭഗവാൻ വാസുദേവനാണ് എല്ലാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ മഹാത്മാ സുദുർലഭ, അങ്ങനെയുള്ള മഹാത്മാക്കള് വളരെ വിരളമാണ് എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെയും പുനർജന്മം ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ബഹൂനാം ജന്മനാം അന്തേ, ജന്മങ്ങളൊക്കെ അവസാനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ ജന്മങ്ങൾ അവസാനിക്കുന്നു. കൃഷ്ണ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണെന്ന് ശീലപ്രഭാതർ ഒരു ലെക്ചറിൽ, അടുത്ത ശ്ലോകത്തിനെ കുറിച്ചുള്ള ലെക്ചറിൽ കൃഷ്ണ എന്നുള്ള വാക്കിന് പുനർജന്മം ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥമുണ്ട് എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ കൃഷി എന്ന് പറയുന്നത് സംസ്കൃതം വാക്കാണ്. ആ കൃഷി എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയുന്നുണ്ട്, വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്നാണ് കൃഷി എന്നുള്ള വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ കൃഷ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ എന്ന് പറഞ്ഞ എല്ലാവരിൽ നിന്നും അറിഞ്ഞു നിൽക്കുന്നതും എല്ലാത്തിലും ഉള്ളവനും എന്നും അർത്ഥമുണ്ടോ? അങ്ങനെയും പറയില്ലേ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അങ്ങനെ ഒരർത്ഥം ഉണ്ടോന്നറിയില്ല. ഇവിടെ പറയുന്നത് പുനർജന്മം ഇല്ലാതാക്കുന്നവൻ എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. മറ്റൊരർത്ഥം കൂടി ഉണ്ട്, എല്ലാവരെയും ആകർഷിക്കുന്നവൻ. കർഷണ ഇതി കൃഷ്ണ, എല്ലാവരെയും ആകർഷിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. ഇവിടെ പറയുന്നത് കൃഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്നാണ്. അല്ലെ, കൃഷി എന്നുള്ള വാക്ക് വന്നത് അത് അങ്ങനെയാണ്. അല്ല, കൃഷി നമ്മൾ ഒരു പ്രാവശ്യമല്ല ചെയ്യുക, കൃഷി വീണ്ടും വീണ്ടും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിന് കൃഷി എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ഓരോ വാക്കിനും വ്യക്തമായിട്ടുള്ള അർത്ഥമുണ്ട്. വൃക്ഷം, അല്ലെ, വൃക്ഷം എന്നുള്ള വാക്കിന് ഒരു അർത്ഥമുണ്ട്. ഛേദിക്കപ്പെടുന്നത്, മുറിക്കപ്പെടുന്നത് എന്നാണ് വൃക്ഷം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അതുപോലെ കൃഷി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്നാണ് കൃഷി, അല്ലെങ്കിൽ കൃഷ് എന്ന് പറയുന്നത്. കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാക്കുന്നത്. ആ വീണ്ടും വീണ്ടും സംഭവിക്കുന്നതിനെ ഇല്ലാതാക്കുന്നവനാണ് കൃഷ്ണ എന്ന് പറയുന്നത്. കൃഷ്ണ എന്നുള്ള വാക്കിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് എന്താണ്? വീണ്ടും വീണ്ടും ജനന മരണമാണ് സംഭവിക്കുന്നത്. അല്ലെ, ഭഗവാൻ പറയുന്നുണ്ട്, 2ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുകയും വേണം. വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും വേണം. പുനരഭി ജനനം പുനരഭി മരണം, വീണ്ടും വീണ്ടും സംഭവിക്കുന്നു. ആ വീണ്ടും വീണ്ടും സംഭവിക്കുന്നതിനെ ഇല്ലാതാക്കുന്നവൻ കൃഷ്ണ. അപ്പൊ കൃഷ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ്ടും വീണ്ടും സംഭവിക്കുന്ന പുനർജന്മം അല്ലെങ്കിൽ അശുഭം, ഇതിനെയാണ് അശുഭം എന്ന് ഭഗവാൻ പറയുന്നത്. ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുന്നതിനെയാണ് ഇവിടെ ഭഗവാൻ അശുഭം എന്ന് പറയുന്നത്. മോക്ഷസേ അശുഭ ജ്ഞാത്വ മോക്ഷസേ അശുഭ. ആരെ അറിഞ്ഞാൽ നമ്മൾക്ക് അശുഭത്തിൽ നിന്ന് മോചനം കിട്ടും, അല്ലെങ്കിൽ പുനർജന്മത്തിൽ നിന്ന് മോചനം കിട്ടും? കൃഷ്ണനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, അല്ലെങ്കിൽ ഭഗവാൻ ഹരിയെ അറിഞ്ഞു കഴിഞ്ഞാൽ. ഹരിയെ അറിഞ്ഞു കഴിഞ്ഞാൽ മൃത്യുവിൽ നിന്ന് മോചനം ലഭിക്കും എന്നും പറയുന്നു. അപ്പൊ കൃഷ്ണ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, വീണ്ടും വീണ്ടും സംഭവിക്കുന്ന ജനന മരണങ്ങളെ ഇല്ലാതാക്കുന്നവൻ. കൃഷ്ണ എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥത്തിന്റെ വിശദീകരണം ശീലപ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുനർജന്മത്തിൽ നിന്ന് മോക്ഷം ലഭിക്കും എന്നിവിടെ ഭഗവാൻ പറയുകയാണ്. അപ്പൊ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യമായിട്ടുള്ള ജ്ഞാനം നമ്മൾക്ക് അതേപടി അസൂയയില്ലാതെ ഭഗവാൻ പറയുന്നതെല്ലാം സത്യമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി. കാരണം ഭഗവാൻ എന്തല്ല, ഭഗവാൻ ഒരു വഞ്ചകനല്ല, ഭഗവാൻ ഒരു ചീറ്റ് ചെയ്യുന്ന ആളല്ല, അല്ലെ. ഭഗവാൻ ചീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഭഗവാൻ അച്യുതൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഭഗവാൻ പറഞ്ഞതെല്ലാം അതേപടി സത്യമായിട്ട് നടക്കും. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഭഗവാൻ പറഞ്ഞതൊക്കെ നടപ്പിലാക്കാനുള്ള ശക്തിയാണ് പ്രകൃതി എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ, പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത.
ഭഗവാൻ എന്ത് പറഞ്ഞോ അത് നടക്കുന്നത് കൊണ്ടാണ് ഭഗവാന്റെ പേര് അച്യുതൻ എന്ന് വന്നിട്ടുള്ളത്. അതേപടി നമ്മൾക്ക് ഭഗവാൻ പറയുന്ന വാക്കുകൾ അംഗീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രം, അത് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കും? യജ്ഞാത്വ മോക്ഷസേ അശുഭാൻ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ആ രഹസ്യജ്ഞാനത്തിനെ കുറിച്ച് വീണ്ടും അതിന്റെ വിശദീകരണം ഭഗവാൻ ഈ അധ്യായത്തിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട്. നമ്മൾക്ക് ഈ അധ്യായം ഇനിയുള്ള ദിവസങ്ങളിൽ വായിക്കാം. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ശ്ലോകം വായിക്കാം. യെസ് ഹരേ കൃഷ്ണ പ്രഭുജി. യെസ് മധുജി പറഞ്ഞോളൂ. പ്രഭുജി, സെക്കൻഡ് ചാപ്റ്റർ ആണ് ഭഗവത്ഗീതയുടെ സമ്മറി എന്ന് കേട്ടിട്ടുണ്ട് പ്രഭുജി. അപ്പൊ എന്തുകൊണ്ട് 9th ചാപ്റ്റർ ആയില്ല? സമ്മറി എന്ന് പറയുന്നത് ഈ ഭഗവത്ഗീതയിലുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുന്നതാണ് അല്ലേ. 9th ചാപ്റ്ററിൽ ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് പറയുന്നതാണ്. ഭഗവത്ഗീത 9ാമത്തെ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ചുരുക്കി പറയുന്നില്ല. ജീവാത്മാവിന്റെ തത്വങ്ങളെ കുറിച്ചൊന്നും ചുരുക്കി പറയുന്നില്ല. ഇതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സീക്രട്ടിനെ കുറിച്ചാണ് പറയുന്നത്. 2ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ എന്തെല്ലാം പറയുന്നു അതിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് സംഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ എന്തൊക്കെയാണോ പറയാൻ പോകുന്നത് അതിനാണ് ഉള്ളടക്കം എന്ന് പറയും, അല്ലെങ്കിൽ സംഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ അത് 2ാമത്തെ അധ്യായത്തിലാണ് കൊടുത്തിട്ടുള്ളത്. 9ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ഭക്തിയോഗത്തിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നതാണ്. മറ്റു വിഷയങ്ങളെ കുറിച്ച് അല്ല ഇതിൽ ഈ 9ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് 9ാമത്തെ അധ്യായത്തിന് സംഗ്രഹം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പുനർജന്മത്തെ പറഞ്ഞല്ലോ പ്രഭുജി. അപ്പൊ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച ആളുകൾക്ക് മാത്രമാണ് പുനർജന്മം ഇല്ലാതാവുന്നത്, അതോ എല്ലാ വ്യക്തികളും പുനർജനിക്കുന്നില്ല എന്നാണോ? എല്ലാവരും പുനർജനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നത് ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മം വധസ്യ. ജനിച്ച എല്ലാവരും മരിക്കും, മരിച്ച എല്ലാവരും ജനിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ പുനർജന്മത്തെ ഇല്ലാതാക്കുന്ന ആൾ എന്നൊരു അർത്ഥവും പറഞ്ഞില്ലേ പ്രഭുജി? ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോ എന്ന് അറിയില്ല, ക്ഷമിക്കണം. പുനർജന്മത്തെ ഇല്ലാതാക്കുന്ന ആൾ എന്ന കൃഷ്ണൻ എന്ന വാക്കിന് പറഞ്ഞില്ലേ അർത്ഥം? അതെ, അത് സാധാരണ വ്യക്തികൾ ഭഗവാനെ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടാണ് അവർ പുനർജനിക്കുന്നത്. ഭഗവാനെ മനസ്സിലാകുന്നത് വരെ നമ്മൾ പുനർജനിക്കണം. ഭഗവാനെ മനസ്സിലാക്കിയാൽ പിന്നെ പുനർജനിക്കേണ്ട ആവശ്യമില്ല. ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാൻ പ്രപദ്യത വാസുദേവ സർവമിതി. ഭഗവാൻ വാസുദേവനെ മനസ്സിലാക്കി ഭഗവാന് ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ജന്മങ്ങളുടെയൊക്കെ അവസാനമാകും, പിന്നെ പുനർജന്മം ഉണ്ടാകും. അതുകൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്നുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു സംശയം ചോദിക്കട്ടെ. അതായത് രാമന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഒളിയമ്പ് ചെയ്തിട്ടാണല്ലോ ബാലി വന്നത്. പക്ഷെ ബാലി വന്നിട്ട് കൃഷ്ണാവതാര സമയത്ത് ജരനായിട്ട് വന്നിട്ട് ഒളിയമ്പ് ചെയ്ത് ഭഗവാനെ വച്ചു, അല്ല സോറി, ഭഗവാന്റെ കാലിലേക്ക് അമ്പ് ചെയ്തു എന്ന് നമ്മള് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ശ്രീരാമന്റെ കൈ കൊണ്ട് മരിച്ചിട്ടുള്ള ബാലിക്ക് അങ്ങനെ ഒരു ജന്മം വരുമോ, അതോ വെറുതെ പറയണതാണോ? അങ്ങനെയുള്ള ജന്മങ്ങൾ നമ്മൾ ജനിക്കുന്നത് പോലെയുള്ള സാധാരണ ജന്മങ്ങളല്ല. അവർ ഭഗവാന്റെ ലീലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജീവാത്മാക്കളാണ്. അവർ ലീലയുടെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ. നമ്മൾ ജനിക്കുന്നത് പോലെയല്ല അവർ ജനിക്കുന്നത്. ഭഗവാന്റെ ലീലയുടെ ഭാഗമായിട്ട് ഭഗവാൻ സെലക്ട് ചെയ്തിട്ടുള്ള ജീവാത്മാക്കളാണ്. അവർ ആ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നതാണ്. അല്ല, അത് വലിയ ഭാഗ്യമാണ്. നമ്മൾ സാധാരണ ജനിക്കുന്നത് പോലെ നമ്മൾ ജനിക്കുന്നത് അങ്ങനെയല്ല.
അല്ല, നമ്മൾ പ്രകൃതിയുടെ നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ പൂർവ്വജന്മത്തിന്റെ കർമ്മഫലങ്ങളുടെ അനുസരിച്ചിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അതിന് ഭഗവാന്റെ ലീലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മറ്റുള്ള ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കുന്ന ജീവാത്മാക്കൾ ഭഗവാൻ സെലക്ട് ചെയ്ത ആളുകളാണ്. അതിനെ നമ്മൾക്കൊരു സാധാരണ പുനർജന്മമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അത് ഭഗവാന്റെ ലീലയിൽ പ്രവേശിക്കാൻ തന്നെ വലിയ ഭാഗ്യമാണ്. അത് ലീലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് പറയണമെന്നല്ലേ പ്രഭു? സ്റ്റോറിയല്ല, അത് ഭഗവാന്റെ കൂടെ അവർക്കും ജന്മം കിട്ടിയതാണ്. അവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ ഇത് എന്താ കടം നീട്ടിയ പോലെ ആ കഴിഞ്ഞ ഇതിന് ചെയ്തത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതെ, അത് ഭഗവാൻ തീരുമാനിക്കുന്നതാണ്. നിനക്ക് ഈ ജന്മത്തിൽ ഇങ്ങനെ വന്ന് അമ്പയ്യാം, നീ ഇങ്ങനെ വന്ന് ആക്ട് ചെയ്യണം, അല്ലെ? നമ്മൾ നാടകത്തിന് പോകുന്നതിന് മുന്നേ ആ നാടകത്തിൽ ഓരോ കഥാപാത്രങ്ങളെയും തീരുമാനിക്കുന്നത് അതിന്റെ സംവിധായകനാണ്. അപ്പം സംവിധായകൻ ഭഗവാനാണ്. മയാധ്യക്ഷേണ പ്രകൃതി. ആ ഭഗവാൻ സെലക്ട് ചെയ്ത ജീവാത്മാക്കൾക്ക് മാത്രമേ ഭഗവാന്റെ ലീലയിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അത് സാധാരണ ഒരു പുനർജന്മമല്ല, ഭഗവാന്റെ ലീലയുടെ ഭാഗമായിട്ട് അവർ വരുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അംബിക മാതാജി പറഞ്ഞു. പ്രഭുജി, അസൂയയെ കുറിച്ചിട്ട് നമ്മൾ അസൂയ എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഡെഫിനിഷൻ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ തോന്നുന്ന ഒരു അസൂയ, അല്ലെങ്കിൽ അതിൽ തോന്നുന്ന ഒരു വിഷമം, അതിനെയാണ് അസൂയ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ ഭഗവാനോടുള്ള അസൂയ എന്ന് പറയുമ്പോൾ പ്രഭുജി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് വിശ്വാസക്കുറവ്. ഭഗവാൻ പറഞ്ഞത് അതുപോലെ അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ആളുകൾ, അത് വിശ്വാസക്കുറവല്ലേ? ഭഗവാനോടുള്ള അസൂയയല്ലല്ലോ. ആ ഭഗവാനോടുള്ള അസൂയ, ഭഗവാനോട് ആർക്കും അസൂയ തോന്നുക, ഭഗവാനോടൊപ്പം ആർക്കും എത്താനാവില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അസൂയയായിട്ട് തോന്നുമോ? അവിടെ എനിക്കൊരു കൺഫ്യൂഷൻ, ഒരു സംശയം തോന്നിയിട്ട് അതൊന്ന് ക്ലിയർ ആക്കി തരാം. ഹരേ കൃഷ്ണ. യെസ്, ഭഗവാനോട് അസൂയ തന്നെയാണ് തോന്നുന്നത്. ഭഗവാന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള പൊസിഷൻ, ഭഗവാനാണ് എല്ലാം എൻജോയ് ചെയ്യുന്ന വ്യക്തി എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നുണ്ട്, അല്ലെ? ഭോക്താരം യജ്ഞതപസാം, എല്ലാം ഞാനാണ് ആസ്വദിക്കുന്നവൻ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ അത് എല്ലാവർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അത് അംഗീകരിക്കാൻ സാധിക്കാത്തത് ഭഗവാനോട് അസൂയുള്ളത് കൊണ്ടാണ്, അല്ലെ? എന്തുകൊണ്ട് ഭഗവാൻ മാത്രം ആസ്വാദകനായി? ഞാനും ഭഗവാനെ പോലെ ആസ്വാദകനാണ്. കൃഷ്ണൻ മാത്രം എന്താണ്? ഈശ്വരൻ. ഞാനും ഈശ്വരൻ തന്നെയാണ് എന്ന് പറയുന്നത് ഭഗവാന്റെ പൊസിഷനെ അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഞാനും അതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത് ഭഗവാനോടുള്ള അസൂയയാണ്, അല്ലാതെ വിശ്വാസക്കുറവല്ല. അത് ആ ഭഗവാന്റെ പൊസിഷനെ അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഭക്തന്മാർക്ക് സ്വാഭാവികമായിട്ടും ഭഗവാൻ പറയുന്നതൊക്കെ അംഗീകരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ആ ഭഗവാനാണല്ലോ ആസ്വാദകൻ എന്ന് സ്വാഭാവികമായിട്ടും ഭക്തന്മാർ പറയും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. അത് അസൂയ എന്നുള്ള ഒരു സ്വഭാവമാണ്, ഭഗവാനോടുള്ള അസൂയ ഉള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഭൗതിക ലോകത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവരും ഭഗവാന്റെ അസൂയ ഉള്ളത് കൊണ്ടാണ് ഭൗതിക ലോകത്തിലേക്ക് വരാൻ സാഹചര്യമുണ്ടായത്. ഹരേ കൃഷ്ണ. ഭഗവാനെ പോലെ തന്നെ ഞാനും ആസ്വദിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത്. അപ്പൊ ഭഗവാന്റെ അതേ പൊസിഷൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് ഞാനും ഭഗവാനാണെന്ന് പറയുമ്പോൾ, അതായത് അദ്വൈതികള് അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, ഞാനും ഭഗവാനാണ്, അല്ലെങ്കിൽ ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണെന്ന് ചിന്തിക്കുന്നത്. അപ്പൊ അതെല്ലാം അസൂയയുടെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണല്ലോ പ്രഭു? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് കൃഷ്ണൻ മാത്രം ഈശ്വരൻ? എന്തുകൊണ്ട് കൃഷ്ണൻ മാത്രം ഈശ്വരൻ? ഞാൻ എന്തുകൊണ്ട് ഈശ്വരനല്ല? അപ്പൊ കൃഷ്ണനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, കൃഷ്ണന്റെ പൊസിഷൻ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അത് ഭഗവാനോടുള്ള അസൂയയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അത് തന്നെയാണ് അദ്വൈതി, അതായത് വേദാന്തത്തിൽ തന്നെ നിൽക്കുന്ന ആളുകള്, അല്ലെങ്കിൽ മറ്റ് പല ആത്മീയവാദികളും ചിന്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈ അദ്വൈത സിദ്ധാന്തം, അത് ഭഗവാനും ഞാനും ഒന്നാണെന്നുള്ളത്. അതാണ് ഇസ്കോൺ നമ്മളുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ പറയുന്ന അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അല്ലെ പ്രഭുജി? കറക്റ്റ് ആയിട്ട് ആ ഒരു പോയിന്റിലേക്കാണ് ഇപ്പൊ അത് വരുന്നത്, അല്ലെ പ്രഭുജി? ഹരേ കൃഷ്ണ. അദ്വൈതമല്ല, യഥാർത്ഥത്തിൽ മായാവാദമാണ് അസൂയ എന്ന് പറയുന്നത്. മായാവാദം. അദ്വൈതം എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു തത്വം ആണ്. അത് അദ്വൈതം യഥാർത്ഥത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നത്, ഭഗവാന്റെ
ഭഗവാനാണ് യഥാർത്ഥത്തിൽ അദ്വൈതം. അദ്വൈതം അച്യുതം അനാദിം അനന്തരൂപം എന്ന് പറയുന്നത്. ഭഗവാന്റെ ശരീരവും ഭഗവാനും ഭഗവാന്റെ നാമം ഒന്നും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാം തിരിച്ചലാണ്, ആത്മീയമാണ് എന്ന് മനസ്സിലാക്കുന്നതാണ് അദ്വൈതം. അപ്പൊ അദ്വൈതത്തിന് അസ്തിത്വമുണ്ട്. പക്ഷെ മായാവാദത്തിൽ ഭഗവാനോട് അസൂയ ഉണ്ട്. ഭഗവാന്റെ രൂപത്തിനെ അംഗീകരിക്കുന്നില്ല. അത് ഭഗവാനോടുള്ള അസൂയാണ്. അപ്പൊ അവിടെ അസൂയ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് പ്രഭുജി, ഭഗവാൻ ഒരു വ്യക്തിയാണ്, പരമാത്മാവും ആത്മാവും അത് രണ്ടാണ്. അപ്പൊ അദ്വൈതമല്ലേ നമ്മൾ പഠിക്കുന്നത് ശരിക്കും? അദ്വൈതം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും, ഉള്ളിലിരിക്കുന്ന ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണെന്ന് പഠിക്കുന്നതല്ലേ പ്രഭുജി? അത് അവിടെ എനിക്ക് ഒരു കൺഫ്യൂഷൻ എപ്പോഴും തോന്നാറുണ്ട്. ഹരേ കൃഷ്ണ. നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് അചിന്ത്യ ഭേദാഭേദ തത്വമാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നത് അചിന്ത്യ ഭേദാഭേദ തത്വം. ഭേദവും അഭേദവും അചിന്ത്യമാണ്. നമ്മുടെ ചിന്താശക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം നമ്മൾ ക്വാളിറ്റിയിൽ ഭഗവാനോട് തുല്യമാണ്. അപ്പൊ ക്വാളിറ്റിയിൽ ഭഗവാനുമായിട്ട് ഭേദമില്ല. പക്ഷെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഭഗവാനുമായിട്ട് വ്യത്യാസമുണ്ട്. ഒരേ സമയം നമ്മൾ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തരുമാണ്, ഒരേ സമയം ഭഗവാനെ പോലെ തന്നെയാണ്. മീൻസ് ഭഗവാനോട് സാദൃശ്യമുള്ളവരുമാണ്. അതായത് സൂര്യനും സൂര്യപ്രകാശവും തമ്മിലുള്ള ഉദാഹരണമാണ് പറയുന്നത്. സൂര്യപ്രകാശം ഭഗവാന്റെ സൂര്യന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ സൂര്യപ്രകാശം ഒരിക്കലും സൂര്യനോട് ഈക്വൽ അല്ല. അതിന് അചിന്ത്യ ഭേദാഭേദ സിദ്ധാന്തം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അതായത് ഉള്ളില് നമ്മള് ആത്മാവും പരമാത്മാവും രണ്ടായിട്ട് തന്നെ കാണുമ്പോഴും അതിന്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസമുണ്ട്, ക്വാളിറ്റി സെയിം ആണ് അല്ലേ പ്രഭുജി? ക്വാളിറ്റി ഒരു പരിധി വരെ സെയിം ആണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനസ്സിലായത്. ഹരേ കൃഷ്ണ. യെസ്. പിന്നെ സംശയങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് ശ്ലോകം ചൊല്ലാം. ആരാണ് ചൊല്ലുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം. വിഷ്ണുപ്രിയ. യെസ്, വിഷ്ണുപ്രിയ മാതാജി ചൊല്ലിക്കോളാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ് നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ